സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന മദ്യനയം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നും പട്ടായ മോഡൽ കേരളത്തിൽ നടപ്പാക്കാനാണോ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. വിമുക്തി മിഷൻ എന്ന് പറഞ്ഞ് കോടികൾ പൊടിപൊടിക്കുകയും അതേസമയം മദ്യം വ്യാപകമായി ഒഴുക്കുകയും ചെയ്യുന്നത് സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇത്തരമൊരു നയം സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന പുതിയ മദ്യനയം പിൻവലിക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ, ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിൻ്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. 24 മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം. കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട്. ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്, അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. 1000-ഓളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ്.